ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ സീരീസിൻ്റെ 28ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ട്വിറ്ററിൻ്റെ ആഡിനെ കുറിച്ചാണ്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പിൻട്രസ്റ്റിൽ ഒരു ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ കൂടുതലായിട്ടുള്ള യൂസേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അനിമേറ്റേഴ്സ്, അതേപോലെ തന്നെ വീഡിയോ ക്രിയേറ്റേഴ്സ്, അതേപോലെ മീം ക്രിയേറ്റേഴ്സ്, അതുപോലെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ നമ്മൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനൊക്കെ കൂടുതലായിട്ടും എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഇമേജുകൾ ഒക്കെ നമ്മൾ സോഴ്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ആഡൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പിൻട്രസ്റ്റ് അക്കൗണ്ട് അത്യാവശ്യം കമ്പനികളും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മളിവിടെ പിൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ലോഗിൻ ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി ഗ്രീൻ ഒലിവ് കാറ്ററിങ്ങിൻ്റെ പേരിൽ ഇപ്പോൾ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ മെയിൽ ഐ ഡി സൈനപ്പ് ചെയ്ത് കൊടുക്കാം. സൈനപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കിവിടെ കറൻ്റ്ലി നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രീൻ ഒലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേരിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പിൻട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് പ്രൊഫൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇതിൽ നമ്മൾ നമ്മുടെ സ്റ്റോറി നമ്മൾ കൊടുത്തു. ദെൻ തൊട്ട് താഴെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് എല്ലാം കൊടുക്കാം. അതേപോലെ തന്നെ ഈ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ പെർമിഷൻസ്, പ്രൈവസി, നോട്ടിഫിക്കേഷൻ, പുഷൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിലുണ്ട്. ഇതിൽ കയറിയിട്ട് നമുക്ക് ഓരോന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ദെൻ ആഫ്റ്റർ സേവ് എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ പ്രൊഫൈൽ പിക്ചർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് കമ്പനിയുടെ ലോഗോ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കമ്പനിയുടെ ലോഗോ ഞാൻ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ സേവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇത് ആക്ച്വലി ഒരു പിൻട്രസ്റ്റിൻ്റെ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് എങ്ങനെ ഒരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാമെന്നുണ്ട് പറഞ്ഞാൽ ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് വേണ്ട ഇമേജസ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പിക്ചർ ഇട്ടു. ഇതിൽ നമ്മൾ പ്രോപ്പറായിട്ട് താഴെ ക്യാപ്ഷൻസ് എഴുതി കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാറ്ററിംഗ് സർവീസാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. സോ ഇതിൽ കാറ്ററിംഗ് സർവീസ് പറഞ്ഞിട്ട് ഒരു കീവേഡ് ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒരു ടൈറ്റിൽ എഴുതുന്നത്. അതേപോലെ തന്നെ കമ്പനിയുടെ പേരും കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് സൈറ്റ് ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡെസ്റ്റിനേഷൻ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിത് പ്രോപ്പറായിട്ടുള്ള ഒരു ബോർഡിൽ നമുക്ക് വേണം സേവ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഞാനിവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ബോർഡ് സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഇതിൽ നമ്മളിപ്പോൾ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ബോർഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ ഈ ഒരു ബോർഡിനെ നമ്മൾ സീക്രട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകളൊക്കെ നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിത് സീക്രട്ടിന് കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, ഇത് പബ്ലിക്കിലേക്ക് റിസീവ് ആവുള്ളൂ. ഞാനിതിനെ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡിൽ നമ്മൾ ഇവിടെ സേവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് അക്കൗണ്ട് ഈ ഒരു പിൻട്രസ്റ്റിൽ നമ്മൾ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട്, ഇതിനെ തന്നെ ഞാൻ കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ദെൻ ആഫ്റ്റർ ഞാനിവിടെ എന്ത് ചെയ്തെന്നുണ്ട് വെച്ചാൽ ബിസിനസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കും. ഇവിടെ ഞാൻ ഗ്രീൻ ഒലിവ് കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നെയിം കൊടുത്തു. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഇല്ല, തൽക്കാലം നോന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൺട്രി ഇന്ത്യ, ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാണ്. വാട്ട് ദ ഫോക്കസ് ഓഫ് യുവർ ബ്രാൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇതിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത്, ഇവൻറ്റ്സ് ആണ്. സോ ഇവൻറ്റ്സ് എന്നുള്ളത് കൊടുത്തു. വാട്ട് ആർ യുവർ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് 3 ഗോൾസ് ചൂസ് ചെയ്യുന്നുണ്ട്. ലീഡ് ജനറേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് അവയർനെസ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഓഡിയൻസ് ഗ്രോ ചെയ്യിപ്പിക്കണം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. സോ അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ഡിസ്ക്രൈബ് യുവർ ബിസിനസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സർവീസ് കാറ്റഗറി, സർവീസ് പ്രൊവൈഡറാണ്. സോ സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു.
വുഡ് യു എവർ ബി ഇൻട്രസ്റ്റഡ് ഇൻ റണ്ണിങ് ആഡ്സ് ഇൻ പിൻട്രസ്റ്റ്? യെസ്, നമ്മൾക്ക് പിൻട്രസ്റ്റിൽ ആഡ് ഉണ്ടെങ്കിൽ റൺ ചെയ്യാൻ താല്പര്യമുണ്ട്. സോ അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. വേറെ വുഡ് യു ലൈക്ക് ടു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ട് വെച്ചാൽ പുതിയൊരു പിന്ന് പോസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഷോക്കേസ് ബ്രാൻഡ് പ്രൊഫൈൽ ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. സോ ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്. ഗ്രീൻ ഒലിവിൻ്റെ പേജിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ബിസിനസ് അക്കൗണ്ട് എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ ഒരു കവർ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇനി എഡിറ്റ് പ്രൊഫൈലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, വെബ്സൈറ്റ്, ഇമെയിൽ അഡ്രസ്സ്, കൺട്രി, ഫോൺ നമ്പർ, അതേപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടോ? അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആസ് യൂഷ്വൽ തന്നെ നോർമൽ അക്കൗണ്ടിലുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അക്കൗണ്ട്സ് മാനേജ്മെൻറ്റിൽ വരികയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് കൺവേർട്ട് ചെയ്യാം പേഴ്സണൽ അക്കൗണ്ടിലേക്ക്. നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ മെസ്സേജസ് നമുക്ക് റിസീവ് ആവുന്ന ഇങ്ങനെയാണ്. നോട്ടിഫിക്കേഷൻസ് ഇവിടെയാണ് റിസീവ് ആവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ഓവർവ്യൂ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് വരണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആഡ്സിലേക്ക് വരാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് അനലറ്റിക്സിൽ ഓഡിയൻസ് ഇൻസൈറ്റ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ആഡുകൾ പുഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെ വരും കേട്ടോ. ഓഡിയൻസ് ഇൻസൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഓഡിയൻസിനൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് പ്രത്യേകിച്ച് ഡാറ്റാസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കാരണം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഗ്രീൻ ഒലിവിലേക്ക് വന്നിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇൻഫർമേഷനാണ് നമുക്ക് കാണുന്നത്. അതേപോലെ തന്നെ ഓൾ പിൻട്രസ്റ്റ് യൂസേഴ്സ് നോക്കുകയാണ് പറഞ്ഞു വെച്ചാൽ ഇവിടെ നോക്കി ലേഡീസാണ് കൂടുതലായിട്ട് 68%, 25% മെയിൽസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഡിവൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് മൊബൈലും ഐഫോൺ മൊബൈൽസുമാണ് നമുക്കുള്ളത് കൂടുതലായിട്ട്. പിന്നെ വെബ് വരുന്നുണ്ട്. മൊബൈൽ വെബ് വളരെ ലിമിറ്റഡ് ആണെങ്കിലും പക്ഷേ അതിലും ഒരു 12% ആൾക്കാർ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിൻട്രസ്റ്റിൽ ഒരു ബിസിനസ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SMS മാർക്കറ്റിങ്ങിൻ്റെ DLT രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. സ്റ്റേ ട്യൂൺ.